ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ച് പറഞ്ഞതാ ചെല്ലാമെന്ന്. അതുകൊണ്ട് പോയില്ലെങ്കിൽ ആകാശം ഒടിഞ്ഞു വീഴൂ. എടിയോ ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു പറയാ വരത്തില്ലെന്ന്. ചേട്ടാ നമുക്ക് നാളെ എന്റെ വീട് വരെ ഒന്ന് പോവാം. ഹലോ അമ്മേ, നാളെ ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും എന്തിയേ? എല്ലാവരോടും പറഞ്ഞു തരും. നാളെ കാണാം. ശരി. ചേട്ടാ, രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ചേട്ടാ. തൂത്തുവാരി തേച്ച് വഴക്കി തുണിയെല്ലാം മടക്കി വെച്ചു, വിരിക്കാനുള്ള എല്ലാം വിരിച്ചു. ഇനി ഞാൻ ഒരുങ്ങട്ടെ. ഒരുങ്ങാനോ? എന്തിന്? അയ്യോ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ ചേട്ടാ നമുക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ പോകാമെന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ കൊണ്ടുപോകാമെന്ന്. ഞാൻ പറഞ്ഞു? എപ്പോ? ഞാൻ ഓർക്കുന്നില്ല. ഇന്നലെ ഞാൻ ചോദിച്ചവൻ പറഞ്ഞായിരുന്നല്ലോ ഇന്ന് പോകാമെന്ന്. ഇന്നൊന്നും പോകണ്ട, അല്ലെങ്കിൽ തന്നെ എനിക്ക് 100 കൂട്ടം കാര്യങ്ങളുള്ളതാ. വേറെ ദിവസം പോവാം. ഞാൻ ഇന്നലെ അമ്മയെ വിളിച്ച് പറഞ്ഞതാ ചെല്ലാമെന്ന്. അതുകൊണ്ട് പോയില്ലെങ്കിൽ ആകാശം ഒടിഞ്ഞു വീഴൂ. എടിയോ ഫോൺ എടുത്ത് തിരിച്ചു വിളിച്ചു പറയാ വരത്തില്ലെന്ന്. പാവത്തിന് വിഷമമായെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഇവളൊരു പാവമല്ലേ. അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ വിട്ട് ഇന്നലെ കണ്ട എൻ്റെ കൂടെ പോകുന്നവൾ എനിക്കും മക്കൾക്കും വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുവല്ലേ. അവളുടെ ആവശ്യങ്ങൾ ഞാനല്ലാതെ ആരാ സാധിച്ചു കൊടുക്കേണ്ടത്? കരയാണോ? വീട്ടിൽ പോകണ്ടെന്ന് പറയുന്നത് വിഷമമായോ? ഏയ് ഇല്ലില്ല, പെട്ടെന്ന് ചേട്ടൻ ദേഷ്യപ്പെട്ടപ്പോൾ സാരമില്ല, നമുക്ക് വേറൊരു ദിവസം പോവാം. ഇപ്പൊ പോവാം, ഈ നിമിഷം. വേഗം റെഡി ആയിരിക്കും. സത്യം? പിന്നെ എന്നോട് ദേഷ്യപ്പെട്ടത് എന്തിനാ? അതെ, ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അവരുടെ ഈ ഓട്ടത്തിനിടയ്ക്ക് റൊമാൻസും സ്നേഹവും ഒന്നും പുറത്തു വരാതെ പോകുന്നതാണ്. എന്നാ ഞാൻ പെട്ടെന്ന് റെഡി ആകട്ടെ. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ ജീവിതാവസാനം വരെ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ചു വരുന്നതാണ് നമ്മുടെ ഭാര്യ. അവരുടെ ആഗ്രഹങ്ങൾ എല്ലാമൊന്നും അല്ലെങ്കിൽ കൂടി നിറവേറ്റാൻ നമുക്ക് കഴിയണം. ഭാര്യയുടെ കണ്ണുനീർ ഭർത്താവിൻ്റെ പരാജയമാണ്. വലിയ ചിലവില്ലാത്ത ചെറിയ ആഗ്രഹങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. ജീവിതം സന്തോഷിക്കാനുള്ളതാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.